ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റുകൾ പലതും വരാനുണ്ട്. വലിയ സ്റ്റിമുലസ് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട് ചൈനയിൽ. അതുകൊണ്ട് തന്നെ പൊതുവെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ചൈനീസ് മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റുകളിലും ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെറ്റൽ സ്റ്റോക്കുകളും കയറിക്കൊണ്ടിരിക്കുകയാണ്, കമോഡിറ്റികളും കയറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള മാർക്കറ്റ് റീബൗണ്ട് ചെയ്തിരുന്നു സ്ലൈറ്റ്ലി. ടെക്നോളജി സ്റ്റോക്കുകളിലൊരു ബീറ്റൻ ഡൗൺ ടെക്നോളജി സ്റ്റോക്കുള്ള റീബൗണ്ടാണ്. അതോടൊപ്പം തന്നെ കാനഡയിലെ മേലും മെക്സിക്കൻ്റെ മേലുള്ള ഇമ്പോർട്ട് താരിഫ്, ഓട്ടോ എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫ് ഒരു മാസത്തേക്ക് നീട്ടിവെക്കാനായിട്ട് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു ഇന്നലെ, ഏഷ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു ഇന്നലെ. നമ്മളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ ഗോൾഡ് ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ സിൽവർ ബെറ്റർ ക്ലോസിംഗ് ആണ്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കോപ്പർ റാലി ചെയ്തിരിക്കുകയാണ്. സിങ്ക്, അലുമിനിയം ഒക്കെ നല്ല രീതിയിൽ റാലി ചെയ്തിരിക്കുകയാണ്. ചൈനീസ് ഇമ്പാക്റ്റ് ആണ്. സ്റ്റീലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ചൈനീസ് ഗവൺമെൻറ് ഡിസിഷനാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. സ്റ്റീൽ ഔട്ട്പുട്ട് കുറയ്ക്കാനുള്ള തീരുമാനമാണ്. കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനും അതുപോലെ തന്നെ എൻവിറോൺമെൻ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത സ്റ്റീൽ പ്ലാന്റുകൾ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ നമ്മുടെ സ്റ്റീൽ പ്രൈസസിലും കണ്ടിരുന്നു. ടാറ്റ സ്റ്റീൽ അതുപോലെ തന്നെ മറ്റ് സ്റ്റീൽ കമ്പനികളുടെ സ്റ്റോക്കിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടിരുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. 69.75 ഡോളർ പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ 86.97 രൂപ പെർ ഡോളറാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി ഒന്നുമല്ല ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന. മാർക്കറ്റ് താഴെ വരുമ്പോൾ സാധാരണയായിട്ട് ഡിഫൻസീവ് സെക്ടറുകളാണ് ഔട്ട് പെർഫോം ചെയ്യാറ്. IT സർവീസസ്, ഫാമ, അതുപോലെ തന്നെ FMCG ഒക്കെ. പക്ഷേ ഇപ്പോൾ ഈ സെക്ടറുകളാണ് ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാസ്റ്റ് ഹിസ്റ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ഫിനോമെനാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മറ്റ് സെക്ടറുകളിലും ഒരു പക്ഷേ വൊളാറ്റിലിറ്റി ഒക്കെ വീണ്ടും വന്നേക്കാം. എന്നിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ കമ്പാരിറ്റീവ്ലി സേഫാണ്. പക്ഷേ ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ, അടുത്ത ദിവസങ്ങളിലെ അനൗൺസ്മെൻറ്റുകൾ, ഏപ്രിൽ മാസത്തെ അനൗൺസ്മെൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കോഫോർജ് 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വലിയൊരു ഓർഡറും ബാക്ക് ചെയ്തിരുന്നു. ഒപ്പം NPS വാത്സല്യ സെപ്റ്റംബർ 24-ലാണ് 2024 ഗവൺമെൻറ് മൈനേഴ്സിന് വേണ്ടിയുള്ള പെൻഷൻ സ്കീം അനൗൺസ് ചെയ്തിരുന്നത്. 1 ലക്ഷം അക്കൗണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പെൻഷൻ സ്കീമാണ്. വളരെ ഫാബുലസ് ആയിട്ടുള്ളൊരു സ്കീമാണ്. JP മോർഗൻ പറയുന്നത് കോപ്പർ പ്രൈസ് അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ മുന്നേറുന്നതാണ്. ഇപ്പോൾ 9,650 ഡോളർ പെർ ടൺ ആണ്. അടുത്ത വർഷം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 11,000 ഡോളർ പെർ ടൺ ആണ്. കോപ്പറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹിൻഡാൽകോ അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം വേദാന്തയുടെ ഇൻറ്റേർണൽ ഡിമർജർ സ്കീം NCLT റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡിമർജർ സ്കീമല്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഈ ന്യൂസ് കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഒന്ന് കോഷ്യസ് അപ്രോച്ച് കീപ്പ് ചെയ്യുന്ന നന്നായിരിക്കും. ജെൻസോളിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഡെറ്റ് റിഡക്ഷനെ സംബന്ധിച്ച് ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. നല്ല രീതിയിലുള്ള ഫാളാണ് ജെൻസോളിൽ കണ്ടിട്ടുള്ള ഒരു ഡെറ്റ് റീപേയ്മെൻറ്റ് മുടങ്ങിയതിന് ശേഷം. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കെയ്ൻസ് ടെക്നോളജി അവരുടെ സെമി കണ്ടക്ടർ പ്ലാന്റിൽ നിന്ന് ജൂണിൽ ആദ്യത്തെ സെമി കണ്ടക്ടർ പുറത്തേക്ക് ഇറക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ 2026 ജനുവരിയിൽ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുമെന്ന് പറയുന്നു. കെയ്ൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് കെയ്ൻസ് ടെക്നോളജിനെ സംബന്ധിച്ച്. ടെസ്ല ആദ്യത്തെ ഷോറൂം മുംബൈയിൽ ആരംഭിക്കുകയാണ്. 35 ലക്ഷം ലീസിന് മന്ത്ലി റെൻ്റലിന് ഷോറൂം എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ EV മാനുഫാക്ചറിനെ സംബന്ധിച്ചൊരു കോമ്പറ്റീഷൻ വരികയാണ്. അതോടൊപ്പം തന്നെ US പറഞ്ഞിരിക്കുന്നത് സീറോ ഡ്യൂട്ടി വേണമെന്നാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു സീറോ ഡ്യൂട്ടി ഒന്നും ഓട്ടോ ഇമ്പോർട്ട്സിന് നൽകാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് ടെക്നോളജി റിലേറ്റഡ് ന്യൂസുകൾ, അതുപോലെ തന്നെ AI രംഗത്ത് നിന്ന് വരുന്ന ന്യൂസുകൾ ഒക്കെയാണ് പ്രധാനം. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ലോസ് ഒക്കെ ഏത് നിമിഷവും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സക്സസ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. 10 വർഷത്തിനുള്ളിൽ നിന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ റീസെൻ്റായിട്ട് മൈക്രോസോഫ്റ്റ് ഇറക്കിയിട്ടുള്ള ചിപ്പുകളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ AI R&D ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും വളരെ മുമ്പ് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് വളരെ വളരെ വലിയ ഡിസറപ്റ്റീവ് ആയിട്ടുള്ളൊരു മൂവാണ്. എല്ലാ രാജ്യങ്ങളുടെയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് അടുത്ത ഒരു ബ്ലാക്ക് സ്വാൻ ഇവൻ്റായിട്ട് നമ്മൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ മാസീവ് വോളാറ്റിലിറ്റി ഒക്കെ വരാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒരു ലോങ് ടേം വ്യൂ മാർക്കറ്റിൽ കീപ്പ് ചെയ്യുക, 3 to 5 ഇയർ. കാരണം നമ്മുടെ മാർക്കറ്റ് വലിയ വോളാറ്റിലിറ്റി വരികയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കൊണ്ട് വീണ്ടും താഴെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഇയറിൻ്റാണ് മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകളൊന്നും തന്നെ റിഡംഷന് വേണ്ടി സെല്ല് ചെയ്യാൻ സാധ്യതയില്ല. അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അപ്പം Q3 കഴിയുമ്പോൾ മാർക്കറ്റ് റിക്കവറി ചെയ്യാതാണ് പതിവ്. അതിനു മുമ്പ് ഗ്ലോബൽ വോളാറ്റിലിറ്റിക്ക് സെറ്റിൽ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ സെലക്റ്റീവായിട്ട് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന നന്നായിരിക്കും മറ്റേ എവരി ഫാളിൽ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.